الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ബുക്കിനി സൂറത്തു ഹൂദിലെ 3-4 സൂക്തങ്ങൾ ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن استغفروا ربكم ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى ويؤتي كل ذي فضل فضله وإن تولوا فإني أخاف عليكم عذاب يوم كبير. إلى الله مرجعكم وهو على كل شيء قدير. وأن استغفروا നിങ്ങൾ പാപമോചനത്തിന് തേടണമെന്നും റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവിനോട് സുമ്മ പിന്നെ തൂബൂ ഇലൈഹി അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണമെന്നും ആണ് നിങ്ങളോടവൻ കൽപ്പിക്കുന്നത്. യുമത്തിഅക്കും അങ്ങനെ ചെയ്താൽ പാപമോചന പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുകയും തൗബ ചെയ്യുകയും ചെയ്താൽ യുമത്തിഅക്കും അവൻ നിങ്ങളെ ആസ്വദിപ്പിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിഭവങ്ങൾ നൽകും. മതാഅൻ ഹസനൻ ഉത്തമമായ വിഭവം. ഇല അജലിൻ മുസമ്മ ഇല അജലിൻ ഒരു അവധിയിൽ വരേക്കും, മുസമ്മൻ നിർണയിക്കപ്പെട്ട. വയുഅ്തി അവൻ നൽകും കുല്ല ദീ ഫദ്ലിൻ ഫദ്ലഹു ഔദാര്യമുള്ളവർക്കൊക്കെയും ഫദ്ലഹു അവൻ്റെ ഔദാര്യം. വഇൻ തവല്ലൗ ഇനി പിന്തിരിയുകയാണെങ്കിലോ അവരൊക്കെയും ഫഇന്നീ അപ്പോൾ ഞാൻ അഖാഫു അലൈക്കും നിങ്ങളുടെ മേൽ പേടിക്കുന്നു അദാബ യൗമിൻ കബീർ ഒരു മഹാദിനത്തിൻ്റെ ശിക്ഷയെ. ഇലല്ലാഹി മർജിഉക്കും നിങ്ങളുടെയൊക്കെ മടക്ക സ്ഥാനം അള്ളാഹുവിലേക്കാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അവൻ സകല സംഗതികൾക്കും കഴിവുള്ളവനത്രേ. ഒന്നുകൂടെ അർത്ഥം പറയാം. വഅനിസ്തഗ്ഫിറൂ റബ്ബക്കും പിന്നെ അള്ളാഹുവിൻ്റെ കൽപ്പന. അതായത് എന്താ അങ്ങനെ പറയാൻ കാരണം, കിതാബുൻ ഹക്കിമത്ത് ആയാത്തുഹു സുമ്മ ഫുസ്സിലത്ത് സുഭദ്രമായ നിയമപ്രമാണമാണിത്. അത് ഹക്കീമും ഖബീറുമായവനിൽ നിന്ന് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ വിശദീകരണത്തിൻ്റെ ഒന്നാമത്തെ ഭാഗമാണ് അല്ലാ തഅബുദു ഇല്ലല്ലാ അള്ളാഹുവിനല്ലാതെ ഇബാദത്ത് ചെയ്യരുത്. അതാണ് വിശദീകരിക്കപ്പെട്ടതിൻ്റെ ഒന്നാമത്തെ അടിസ്ഥാനം അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രമാണം അതാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം പറയാം, ഇബാദത്തിൻ്റെ വിഷയത്തിൽ വീഴ്ച സംഭവിക്കാം. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന് വഴങ്ങി ഒതുങ്ങി ആരാധിച്ച് അനുസരിച്ച് അവൻ്റെ അടിമകളായി ജീവിക്കുക എന്നുള്ളതാണ്. അതിൽ വീഴ്ച ഉണ്ടാകാം, ചെയ്യേണ്ടത് ചെയ്യാതെ, ചെയ്യരുതാത്തത് ചെയ്ത്. അപ്പോൾ പിന്നെന്താ വേണ്ടത്? അത് അവനോട് മാപ്പ് ചോദിക്കണം. അനിസ്തഗ്ഫിറു പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാറാണ്. അതാണ് അനിസ്തഗ്ഫിറു റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചന പ്രാർത്ഥന നടത്തണം, പാപമോചനത്തിന് വേണ്ടി അഭ്യർത്ഥിക്കണം, തേടണം. സുമ്മ തൂബു ഇലൈഹി പിന്നെ തൗബ ചെയ്യണം. ചിലത് പാപമോചന പ്രാർത്ഥന കൊണ്ട് അള്ള പൊറുക്കൂല. അപ്പോൾ എന്ത് വേണം? തൗബ തന്നെ ചെയ്യണം. രണ്ടാണ്. സുമ്മ തൂബു ഇലൈഹി യുമത്തിഉക്കും മതാഅൻ ഹസനൻ അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അവൻ ഉത്തമമായ ജീവിതത്തിനുള്ള വിഭവങ്ങൾ നൽകും. ദുനിയാവിൽ തന്നെ തരും.
ഇലാ അജലി മുസമ്മ, അതാണ് ഇലാ അജലി മുസമ്മ, നിശ്ചിതമായ അവധി വരേക്ക്. പരലോകത്താണെങ്കിൽ അവധിയില്ലല്ലോ, നിശ്ചിത അവധി വരേക്കും നിങ്ങൾക്ക് ജീവിത വിഭവങ്ങൾ തരും. വയുക്തി കുല്ല ദീ ഫളുലിൻ ഫളുലഹു, ഓരോരുത്തർക്കും അവരുടെ ശ്രേഷ്ഠതക്കുള്ളത് അവൻ നൽകും. വയുക്തി, അവൻ നൽകുകയും ചെയ്യും. കുല്ല ദീ ഫളുലിൻ, ഓരോ ഔദാര്യമുടയവർക്കും അല്ലെങ്കിൽ ഓരോ ശ്രേഷ്ഠതയുള്ളവർക്കും ഫളുലഹു, അവൻ്റെ ശ്രേഷ്ഠത അഥവാ അവൻ്റെ ശ്രേഷ്ഠതക്കനുസൃതമായത് അല്ലാഹു തആല വീണ്ടും നൽകും പരലോകത്ത്. ഇൻ തവല്ലൗ, അല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവർ പിന്തിരിയുകയാണെങ്കിലോ പിന്നെ താങ്കൾ എന്താ പറയേണ്ടത്? ഇന്നി അഖാഫു അലൈക്കും, എനിക്ക് നിങ്ങളുടെ മേൽ പേടിയുണ്ട്. അദാബ യൗമിൻ കബീർ, ഒരു വലിയ ദിനത്തിലെ അല്ലെങ്കിൽ ഒരു മഹാദിനത്തിലെ ശിക്ഷയെ സംബന്ധിച്ചുള്ള പേടിയുണ്ട്. ഇലല്ലാഹി മർജിഉക്കും, ഇലല്ലാഹി മർജിഉക്കും, നിങ്ങളുടെ മർജി, റജഅ മടങ്ങി, മർജി മടങ്ങുന്ന സ്ഥലം, സജദ സുജൂദ് ചെയ്തു, മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലം, സകന താമസിച്ചു, മസ്കൻ താമസിക്കുന്ന സ്ഥലം, അങ്ങനെയാണ് അതിൻ്റെ. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനത്രേ. ഇതിൻ്റെ കൂടെ നമ്മൾ 52-ാമത്തെ ആയത്ത്, ഈ സൂറത്താണ് 52-ാമത്തെ ആയത്ത് ഒന്നാക്കാൻ 2 പേജ് കുറച്ചാൽ മതിയല്ലോ. അത് ഹൂദ് നബി അലൈഹി സ്വലാമയുടെ വർത്തമാനമായിട്ട് തന്നെയാണ് പറയണത് കേട്ടോ. 227-ാമത്തെ പേജിൽ അവസാനത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട്, അവസാനത്തിൽ നിന്ന് കേട്ട് 4-ാമത്തെ വരി. വയാ കൗമി, ഹൂദ് നബി അലൈഹി സ്വലാം തന്നെ പറയണത്. ഇവിടെ സൂറത്ത് ഹൂദ് ആണ് പേര്, അടുത്ത ഈ സൂറത്ത് ഹൂദ് തന്നെയാണ് ഈ പറയണത്. ഹൂദ് നബി അലൈഹി സ്വലാം പറയാണ്, വയാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ധാരാളമായി പാപമോചന പ്രാർത്ഥന നടത്തുക. സുമ്മ തൂബു ഇലൈഹി, പിന്നെ അവനിലേക്ക് തൗബ ചെയ്യുക. യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ, അപ്പോൾ എന്തുണ്ടാവും? ആകാശത്തെ നിരന്തരമായി അവൻ നിങ്ങൾക്ക് അയച്ചു തരും, അഥവാ മഴ വർഷിപ്പിച്ചു തരും. വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തിക്കുമേൽ ശക്തി, കഴിവിന് മേൽ കഴിവ് അവൻ തരും. വലാ തതവല്ലൗ മുജ്രിമീൻ, കുറ്റവാളികളായി പിന്തിരിഞ്ഞു പോകരുതേ. ഉണ്ടോ? പിന്നെ ഇതിൻ്റെ വിശദീകരണമായിട്ട് തന്നെ സൂറത്ത് നൂഹിലെ 10, 11, 12 പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ളത്. വഖാല, നൂഹ് നബി അലൈഹി ഇസ്ലാം പറയുക, ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, അല്ലേ? എന്താ പറഞ്ഞത്? ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥന നടത്തുക. ഇന്നഹു കാന ഗഫാറ, അവനേറെ പുറത്തു തരും. യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ, അപ്പം നമ്മൾ ഹൂദ് 52 പറഞ്ഞ മാതിരി തന്നെ ആകാശത്തെ അവൻ നിരന്തരമായി നിങ്ങൾക്ക് അയച്ചു തരും, അഥവാ മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബി അംവാലിൻ വ ബനീന, പിന്നെ അവൻ തരും, മുതൽ തരും, സ്വത്തും മുതലും തരും. വ ബനീന, മക്കളെ കൊണ്ട് നിങ്ങളെ സഹായിക്കും. വയജ്അൽ ലക്കും ജന്നാത്തി, നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരും. വയജ്അൽ ലക്കും അൻഹാറ, പുഴകൾ ഉണ്ടാക്കി തരും. ഇതൊക്കെ ഇവിടുത്തെ കാര്യം, ദുനിയാവിലെ കാര്യം. എന്താ വേണ്ടത്? ഇസ്തിഗ്ഫാർ. അപ്പം മഴയില്ലാതെ ദാരിദ്ര്യം കൊണ്ട് സാമ്പത്തികമായൊക്കെ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ധാരാളമായി അള്ളാഹിനോട് പൊറുക്കൽ നേടുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അല്ലാഹുമ്മ ഗഫിർലി, അല്ലാഹ് മാപ്പ് നൽകണേ, അല്ലാഹ് ക്ഷമിക്കണേ. ഇങ്ങനെ അങ്ങോട്ട് തേടി ചിലപ്പോൾ കൊന്നാൽ കരയും, ചിലപ്പോൾ കണ്ണുന്നൊക്കെ ഒന്നാണ് വെള്ളമൊലിക്കും, ചിലപ്പോൾ നമ്മൾ ചെയ്ത ചില പാപങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരും, കുറ്റങ്ങൾ, തെറ്റുകൾ. അതൊക്കെ ഒന്ന് അള്ളാഹിനോട് അങ്ങോട്ട് പറയുക. നമ്മളെ കാര്യം മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ, നമ്മളെ മക്കളെ കാര്യം പിന്നെ ആരാ പറയുക? ഓല് പറയണം. പാപ്പാർ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കണ്ട് ഓർമ്മിക്കണം. ഏതൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത്? സൂറത്ത് ഹൂദിലെ 3-ാമത്തെ ആയത്തിൻ്റെ വിശദീകരണമായിക്കൊണ്ട് സൂറത്ത് ഹൂദിലെ തന്നെ 52-ാമത്തെ ആയത്ത്, പിന്നെ സൂറത്ത് നൂഹിലെ 10 മുതൽക്ക് 12 കൂടിയ 3 ആയത്തും. ഇതൊക്കെ പരസ്പരം വിശദീകരിക്കണം. അതാണ് ഖുർആൻ പരസ്പരം വ്യാഖ്യാനിക്കും. ഖുർആൻ്റെ 1-ാമത്തെ വിശദീകരണം ആരാണ്? അത് തന്നെ നടത്തുക. അത് എവിടുന്നാണ് കിട്ടുക? ഖുർആൻ തന്നെ കിട്ടും.
അപ്പോൾ പാപമോചനം നടത്താനാണ് ഒന്നാമത് പറഞ്ഞത്. ഇസ്തഗ്ഫിറു റബ്ബക്കും, ഒന്ന് ഇസ്തിഗ്ഫാർ ചെയ്യണം. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഇസ്തിഗ്ഫാറിനെ ആരെങ്കിലും സ്ഥിരമാക്കിയാൽ, നീ ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള കുറ്റമൊന്നും ഉണ്ടായില്ല എന്നൊക്കെ മനുഷ്യന്മാരുടെ അടുത്ത് ഉണ്ടാകും ചെറിയ ചെറിയ കുറ്റവും തെറ്റും പറ്റാത്തവരെ ആരും ഉണ്ടാവില്ല. അങ്ങനത്തോരെ ഉള്ളു ലോകത്ത് നിന്നാ. അള്ളാഹ് അങ്ങനത്തോലെ പടച്ചിക്കണ്. ഇനി അഥവാ ആരും ഒന്നും ചെയ്യണില്ല, ഒരു കുറ്റവും ചെയ്യണില്ല വെച്ചാലോ അള്ളാഹ് എല്ലാവരും ഇല്ലാതാക്കിക്കാണ്ട് കുറ്റം ചെയ്യണവരുണ്ടാക്കും. അതെന്തിനാ? അള്ളാഹ് ഗഫാറാണ്, അവന് പുറത്ത് കൊടുക്കണം. അത് ഗഫൂറാണ്, ഗാഫിറാണ്, തവ്വാബാണ്. ഇതൊക്കെ അള്ളാഹിൻ്റെ വിശേഷണങ്ങൾ പ്രയോഗിക്കണമെങ്കിൽ തെറ്റ് ചെയ്യണവർ വേണ്ടേ? അപ്പോൾ അതാണ്. അപ്പോൾ എന്താ, ഇസ്തിഗ്ഫാറിനെ ഒരാൾ നിത്യമാക്കിയാൽ, സ്ഥിരമാക്കിയാൽ, ജഅലല്ലാഹു ലഹു, അള്ളാഹു അവൻ ഉണ്ടാക്കി കൊടുക്കും, മിൻ കുല്ലി ലൈഖിൻ, എല്ലാ ഇടുക്കങ്ങളിലും കുടുക്കങ്ങളിലും പ്രയാസങ്ങളിലും നിന്ന്, മഖ്റജൻ, ഒരു മോചനം, ഒരു മുക്തി. നമുക്കുണ്ടാവില്ല മനസ്സ് വെറുതെ അങ്ങനത്തെ ഇടുക്കുക, അങ്ങനെ ചിലപ്പോൾ തോന്നലില്ലേ? പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുടുക്ക് ചെന്ന് ചാടിക്കും. അങ്ങനെയൊക്കെ വരലുണ്ടല്ലോ. ചിലപ്പോൾ അറിയാതെ ഒരു കുടുക്കിലാണ് ചെന്ന് ചാടും, ചിലപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ചെന്ന് വീഴും. അപ്പോഴൊക്കെ എന്താ അസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹിനോട് ധാരാളമായി മനസ്സറിഞ്ഞ് തേടുക. അപ്പോൾ അള്ളൊരു മഖ്റജ് തരും, ഒരു മോചനം, ഒരു മുക്തി. അതുകൊണ്ട് അള്ളാഹു തുറവി നൽകും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ മനക്ലേശത്തിൽ നിന്നും അവൻ ഒരു മോചനം തരും. വറസഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അപ്രതീക്ഷിതമായ മാർഗത്തിലൂടെ റിസ്ക് നൽകും. പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ അങ്ങനെ അല്ലാഹു തആല ഒരു മാർഗം തുറക്കും. സുബ്ഹാനല്ലാഹ്, അള്ളാഹിനെ കൊണ്ട് കഴിയാത്തതൊന്നും ഇല്ലല്ലോ. അപ്പോൾ അനിസ്തഗ്ഫിറു റബ്ബ. അപ്പോൾ പിന്നെ ഒരാൾ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിനോട് ചോദിച്ചു, നമുക്ക് കുറവാവില്ലേ ഒരു തെറ്റ് ചെയ്യുക, അള്ളാഹിനോട് പാപമോചനത്തിന് തേടുക, പിന്നെയും ചെയ്യുക, പിന്നെയും അള്ളാഹിനോട് ഒരു പോരായില്ലേൽ? നമുക്കൊരു മനുഷ്യന്മാരോട് ഒരു കാര്യം ഞാൻ ഒരു വട്ടം പറഞ്ഞിരിക്കണം അവനോട്, ഇനി ഞാൻ തന്നെ അത് പോയി പറയാറിഞ്ഞാൽ, അങ്ങനെ നമ്മൾ പറയലില്ലേ? അവനോട് 2-3 വട്ടം ഞാൻ പറഞ്ഞിരിക്കണം, ഇനിയിപ്പോൾ അത് പറയാറിഞ്ഞാൽ എന്താ ഒരു വിചാരിച്ച? തെറ്റുപറ്റി, അള്ളാഹിനോട് പറഞ്ഞു, പിന്നെയും പറഞ്ഞു, നമ്മളടുത്ത് പിന്നെയും തെറ്റുപറ്റി, പിന്നെയും പറഞ്ഞു. അപ്പോൾ ഒരാൾ ചോദിക്കുക, ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി, നമുക്കൊരു പോരായില്ല, ഇങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യുക, പിന്നെയും അള്ളാഹിനോട് ചോദിക്കുക, പിന്നെയും തെറ്റ് ചെയ്യുക, പിന്നെയും ചോദിക്കുക. അപ്പോൾ ഹസനുൽ ബസ്രി പറഞ്ഞാൽ എന്താ പറയുക, ഇങ്ങനെ ഇത് പിശാചിൻ്റെ മനസ്സാട്ടോ, ഇത് പിശാച് നമ്മളെ മനസ്സിൽ ഉണ്ടാക്കി തരിക. എന്തിന്? ഇസ്തിഗ്ഫാറിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താൻ, പാപമോചന പ്രാർത്ഥനകളിൽ നിന്ന് നമ്മളെ അകറ്റാൻ പിശാച് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ചിന്തയാണത്. അള്ളാഹിനെ സംബന്ധിച്ച് എന്താ അള്ളാഹ്ക്ക് ഇഷ്ടം? ചോദിക്കണതാ ഇഷ്ടം. ഇഷ്ടം പോലെ ചോദിക്കുക. അതല്ല, ചോദിക്കാതെ നിൽക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, ചോദിക്കണത് ഇഷ്ടം. അള്ളാഹിനോട് എത്ര ചോദിക്കണോ അത്രയും ഇഷ്ടം. 3 വട്ടം ചോദിക്കണോ ഏറെ ഇഷ്ടം. 5 വട്ടം ചോദിക്കണോ ഒരു കാര്യം ഏറെ ഇഷ്ടം. 7 വട്ടം ചോദിക്കണോ ഏറെ ഇഷ്ടം. 9 വട്ടം ചോദിക്കണോ അതന്നെ അള്ളാഹ്ക്ക് ഇഷ്ടം. അള്ളാഹ് എൻ്റെ മോൻ്റെ കാര്യം അത് ഈ രക്ഷപ്പെടുത്തണേ, അള്ളാഹ് എൻ്റെ മോളെ കുടുംബജീവിതം ഒരട്ടല്ല അത് അള്ളാഹ് സുഖകരമാക്കണേ. അങ്ങനെ ഉണ്ടല്ലോ, ഒരേ ചില വിഷയങ്ങളുണ്ടാവുമല്ലോ നമുക്കില്ലേ, അത് എല്ലാ സമയത്തും 1 വട്ടോ 5 വട്ടോ 7 വട്ടോ, ഒരു ദിവസം പലവട്ടം, ഇതൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതാണ് അനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി. ചിലത് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി, അത് നമ്മൾ ചെറിയൊരു തെറ്റൊക്കെ ചെയ്തു, അതിനെന്ത് മതി? അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹ്ക്ക് അത് ഇഷ്ടമാണ്. അത് ചിലപ്പോൾ അള്ളാഹ് അതുകൊണ്ട് തന്നെ മായ്ച്ചത്. ചിലത് അല്പം ഗുരുതരമാണ്, വലിയൊരു വഞ്ചന നടത്തിയിരിക്കണം. അത് സാമ്പത്തികമാകാം, സാമൂഹ്യമാകാം, പലതരത്തിലുണ്ടാവുമല്ലോ. വഞ്ചിച്ചു, ആ വഞ്ചനയുടെ പരിണിതി അത് വളരെ ഗുരുതരമാണ്, കരാർ ലംഘനമാണ്. അങ്ങനെ എന്താ ചിലപ്പോൾ അതിനെ തൗബ ചെയ്താൽ മതിയാവില്ല, അല്ല ഇസ്തിഗ്ഫാർ മതിയാവില്ല. അവനോട് പൊറുക്കലിന് ആർക്കെതിരാണോ ചെയ്തിട്ടുള്ളത് അവനോട് ക്ഷമ ചോദിക്കണം, പിന്നെ അള്ളാഹിനോട് തൗബ ചെയ്യണം. തൗബ ചെയ്യണമെങ്കിൽ എന്ത് വേണം? പിന്നെ അത് ആവർത്തിക്കാൻ പാടില്ല, അത്തരത്തിലുള്ള പിന്നെ ആവർത്തിക്കാൻ പാടില്ല. ഏതുപോലെ പശുവിൻ്റെ അകിട്ടിൽ നിന്ന് കറന്നെടുത്ത പാല് പിന്നെ അങ്ങോട്ട് കയറി പോവില്ലല്ലോ, എന്ന മാതിരി പിന്നെ അങ്ങോട്ട് ആ തെറ്റുണ്ടാകാൻ പാടില്ല. പിന്നെ നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കണം, സുന്നത്ത് നിസ്കാരം, ദിക്ർ, ഖുർആൻ പഠനം, അങ്ങനെയൊക്കെയുള്ള വായിച്ചു.
അള്ളാഹ്ക്ക് അതൊക്കെ ഇഷ്ടമാണ് കേട്ടോ. തൗബ ചെയ്യണം അള്ളാഹ്ക്ക് ഇഷ്ടം. തൗബ പറഞ്ഞാൽ എന്താണ്? ഒരു ലക്ഷ്യത്തിൽ നിന്ന് തെറ്റി നമ്മൾ ലക്ഷ്യം മാറി വേറെ വഴിക്ക് പോയി ആ ലക്ഷ്യത്തിൽ തന്നെ തിരിച്ചു വരലാണ് തൗബ പറഞ്ഞത്. മടങ്ങി വരിക എന്ന വാക്കിന് അർത്ഥം താബ, മടങ്ങി. അപ്പോൾ അതാണ് സുമ്മ തൂബു ഇലേഹി. അതിലൊന്നും ഒരു പോരായി വിചാരിക്കരുത് കേട്ടോ. അത് പരലോകത്ത് ചെന്നിട്ട് ചെയ്യേണ്ട കാര്യമല്ല. അവിടെ ചെന്നിട്ട് നോക്കാമെന്ന് വെച്ചാൽ ഇതിലൊന്നും ഒരു പോരായില്ല. ചിലപ്പോൾ നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചു നേരം പള്ളിക്ക് കയറി ഇരിക്കുക. ഈ വീട്ടിൽ നിന്ന് സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ കുറച്ച് നേരം ഇരുന്ന് ചിലപ്പോൾ ഒക്കെ ഒന്നാണ് കരയേണ്ടി വരും. ആലോചിച്ചാൽ കാര്യം കണ്ണുനീര് അള്ളാഹിൻ്റെ മാർഗത്തിൽ കണ്ണുനീരും അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള രക്തവും ഉണ്ടെങ്കിൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവില്ലേ? വെട്ടും കുത്തും വെടിയും ഇടിയും അതും അള്ളാഹിൻ്റെ മാർഗത്തിൽ ചൊരിയുന്ന കണ്ണുനീര്. 2 തുള്ളികൾ എന്നാവുന്നു. 2 തുള്ളികൾ. ഏതാ 2 തുള്ളി? ഒന്ന് രക്തം, ഒന്ന് കണ്ണീര്. ഇത് രണ്ടും അള്ളാഹ് പാഴാക്കൂല. സുമ്മ തൂബു ഇലൈഹി യുമത്തിഅൽക്കും മതാഅൻ ഹസനൻ. എങ്കിൽ നിങ്ങൾക്ക് അവൻ നല്ല വിഭവം തരും. അതെവിടെ? ദുന്യാവിൽ തന്നെ തരും എന്നാണ് പറഞ്ഞത്. ദുന്യാവിൽ തന്നെ തരും. ഇല അജലി മുസമ്മ, നിശ്ചിതമായ അവധി വരേക്കും. അത് മരണം വരെ. അല്ലെങ്കിൽ ഒരു നിശ്ചിത, അല്ലെങ്കിൽ 6 മാസത്തിന്, അല്ലെങ്കിൽ 8 മാസത്തിന്, 10 കൊല്ലത്തിന്, 15 കൊല്ലത്തിന്, ചിലപ്പോൾ പിന്നെ ക്ഷയിച്ചു എന്നും വരും. വയൂത്തി കുല്ലതി ഫضലിൻ ഫضലഹു. ഓരോ ശ്രേഷ്ഠതയുള്ളവർക്കും അവൻ്റെ ശ്രേഷ്ഠത അള്ളാഹ് കൊടുക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ നന്മയുടെ തോതനുസരിച്ച് വർധനവുള്ളവർക്ക് അല്ലാഹു തആല വർദ്ധിപ്പിച്ചും കൊടുക്കും. അത് ചിലപ്പോൾ ദുനിയാവിൽ തന്നെ കിട്ടും, അല്ലെങ്കിൽ പരലോകത്ത്. ഇൻ തവല്ലൗ, അവർ പിന്തിരിഞ്ഞു പോയാലോ? ഇനി ഇവരൊക്കെ പിന്തിരിഞ്ഞു പോവുകയാണ്, ഈ പറഞ്ഞു കൊടുത്തതൊന്നും സ്വീകരിക്കണില്ലെങ്കിൽ ഫഇന്നി അഖാഫു അലൈക്കും, അപ്പോൾ എനിക്ക് നിങ്ങളുടെ മേൽ പേടിയുണ്ട്. ഇതാര് പറയണതാന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല അല്ലേ? ആര് പറഞ്ഞതാ? അള്ളാഹ് പറഞ്ഞതാണോ? എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ പേടിയാണ് മനുഷ്യരെ, നിങ്ങൾ എൻ്റെ ശിക്ഷയിൽ വന്ന് വീഴുവെന്ന്. അങ്ങനെ ആവാലോ? ആരാ പറഞ്ഞതെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതൊന്നുകൂടി വായിച്ചു നോക്കണം, മനസ്സിലായിട്ടില്ല. ഫഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ. യൗമുൻ കബീർ പറഞ്ഞാൽ എന്താ? വലിയ ദിവസം, ഏറ്റവും കടുത്ത ദിവസം എന്നൊക്കെ അർത്ഥം പറയാം. ആ ദിവസത്തിലെ ശിക്ഷ നിങ്ങളുടെ മേൽ ഞാൻ പേടിക്കുന്നു, പറഞ്ഞതനുസരിക്കാതെ നിന്നാലെന്ന്. ഇലല്ലാഹി മർജിഉക്കും, പിന്നെ അള്ളാഹ് പറയാം നിങ്ങളുടെ മർജിആണ് മടക്കസ്ഥലം അള്ളാഹുവിലേക്കാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാ സംഗതികൾക്കും കഴിവുള്ളവനാകുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയും പറ്റിയിട്ടുണ്ട്. ചെറുതും വലുതും ഉണ്ട്, രഹസ്യമായതും പരസ്യമായതുമുണ്ട്. എല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തരുമാറാകണേ രക്ഷിതാവേ. മരണത്തിൻ്റെ മുമ്പ് ഞങ്ങളുടെ കുറ്റങ്ങളൊക്കെ പുറത്ത് മുഅ്മിനീങ്ങളായി മരിക്കാൻ തൗഫീഖ് ചെയ്യണേ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി.